ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ വിധക്കാരൻ്റെ ഉപമയെപ്പറ്റിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. ഈ ഉപമയെ നമ്മൾ വിധക്കാരൻ്റെ ഉപമ എന്നാണ് വിളിക്കാറ്. എന്നാൽ ഈ ഉപമയുടെ പ്രധാന വിഷയം വിധക്കാരനല്ല, മറിച്ച് വിത്തും നിലങ്ങളുമാണ്. അതുകൊണ്ട് ഈ ഉപമയെ വിത്തിൻ്റെ ഉപമ അല്ലെങ്കിൽ നിലങ്ങളുടെ ഉപമ എന്ന് വിളിക്കുന്നതാണ് കുറേ കൂടി ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഉപമ വാസ്തവത്തിൽ സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെ പറ്റിയാണ്. ഈ ഉപമ നമുക്ക് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 1 മുതൽ 23 വരെയുള്ള വചനഭാഗത്താണ്. ഈ വചനഭാഗത്ത് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഉപമ കാണുന്നത്. പിന്നീട് 10 മുതൽ 17 വചനഭാഗങ്ങൾ, അവിടെ യേശു പറയുന്നത് ഉപമയിലൂടെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ യേശയുടെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുനാഥൻ ഈ ഉപമയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉപമയുടെ അർത്ഥം വളരെ ലളിതമാണ്, വളരെ വ്യക്തമാണ്. അതിന് നമ്മൾ യേശുവിനോട് പ്രത്യേകം നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് യേശു തന്നെ നമ്മളോട് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ഉപമ പറയുന്നത് ദൈവം വിധക്കാരനെ പോലെയും ദൈവവചനം വിത്തിനെ പോലെയും മനുഷ്യർ നിലങ്ങളെ പോലെയും ആണെന്നാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഏറെക്കുറെ ഇതിന് സമാനമായ കാര്യമാണ് പറയുന്നത്. യേശയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായന ശ്രമിക്കുന്നത്. ഈ ഉപമ 4 തരത്തിലുള്ള നിലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ 4 തരത്തിലുള്ള നിലങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈവജനത്തോടുള്ള പ്രതികരണങ്ങളാണ്. അപ്പോൾ ഈ പ്രതികരണങ്ങൾ നമുക്ക് 4 തരത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങളായിട്ട് ചിത്രീകരിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് കഠിന ഹൃദയം, ഹാർഡ് ഹാർട്ട്. രണ്ടാമതായിട്ട് ആഴമില്ലാത്ത ഹൃദയം, ഷാളോ ഹാർട്ട്. മൂന്നാമതായിട്ട് മുള്ളുകൾ നിറഞ്ഞ ഹൃദയം, തോണി ഹാർട്ട്. നാലാമതായിട്ട് നല്ല ഹൃദയം, ഗുഡ് ഹാർട്ട് ഓർ റിസപ്റ്റീവ് ഹാർട്ട്. ഈ 4 പ്രതികരണങ്ങൾ വാസ്തവത്തിൽ 4 തരത്തിലുള്ള മനോഭാവങ്ങളാണ് എന്ന് കരുതി ഇവർ 4 കൂട്ടം മനുഷ്യരാണെന്ന് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ 4 തരത്തിലുള്ള മനോഭാവങ്ങൾ നമ്മളെല്ലാവരും തന്നെ ഉണ്ട്. ഈ 4 തരത്തിലുള്ള മനോഭാവങ്ങൾ അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഈ പ്രതികരണങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 2 വിഭാഗമായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വചനം മനസ്സിലാക്കാത്തവരും ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വചനം മനസ്സിലാക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ 3 നിലങ്ങൾ വാസ്തവത്തിൽ ഈ പറയുന്ന വചനം മനസ്സിലാക്കാത്തവരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നല്ല നിലം എന്ന് പറയുന്നത് വചനത്തെ മനസ്സിലാക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ്. ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ പ്രധാനമായിട്ട് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു കൂട്ടർ വചനം മനസ്സിലാക്കുന്നു, മറ്റേ കൂട്ടർ വചനം മനസ്സിലാക്കുന്നില്ല. ഇതാണ് പ്രധാന വ്യത്യാസം. അപ്പോൾ വേറെ ഫലം പുറപ്പെടുവിക്കാനും പുറപ്പെടുവിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? വചനം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ വചനം മനസ്സിലാക്കുകയോ ചെയ്യാതിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഉപമയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് വചനം മനസ്സിലാക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ മനസ്സിലാക്കുക എന്ന പദം 9 പ്രാവശ്യമാണ് നമുക്ക് കാണുന്നത്. അതിൽ 6 പ്രാവശ്യവും പ്രത്യക്ഷപ്പെടുന്നത് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ 13-ാം അധ്യായത്തിലാണ്. ഈ 13-ാം അധ്യായത്തിലാണ് 6 പ്രാവശ്യവും ഈ വാക്ക് മനസ്സിലാക്കുക എന്ന വാക്ക് കാണുന്നത്. അപ്പോൾ ഈ ഉപമയുടെ സന്ദർഭത്തിലാണ് ഈ 6 പ്രാവശ്യവും ഈ വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. 13, 14, 15, 19, 23, 51 എന്നീ വാക്യങ്ങളിലാണ് നമ്മൾ ഈ വാക്ക് ആവർത്തിച്ച് കാണുന്നത്. ഇവിടെ സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന്, അതായത് മറ്റ് സമാന്തര സുവിശേഷങ്ങൾ, അതായത് മാർക്കോസിൽ നിന്നും ലൂക്കായിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മത്തായി ഇവിടെ ഈ ഉപമയിൽ ചില കാര്യങ്ങൾ പറയുന്നത്. അതായത് വചനവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ മറ്റുള്ള സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് മത്തായി
ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. മാർക്കോസിൻ്റെ വീക്ഷണത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ വചനത്തെ സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ സ്വീകരിക്കുക എന്ന വാക്കാണ് മാർക്കോസ് ഉപയോഗിക്കുന്നത്. ലൂക്കായുടെ വീക്ഷണത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ആരാണ്? അവർ വചനത്തെ സംഗ്രഹിക്കുന്നവരാണ്. എന്നാൽ മത്തായി പറയുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവർ വചനത്തെ മനസ്സിലാക്കുന്നു എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ഈ പറയുന്ന മനസ്സിലാക്കുക എന്ന വാക്കിനെ തന്നെ മനസ്സിലാക്കുക, അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പോൾ ഈ മനസ്സിലാക്കുക എന്നതിന് മത്തായി ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് സുനിയം എന്ന പദമാണ്. യേശയുടെ പുസ്തകത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ് മത്തായി വാക്ക് സ്വീകരിച്ചിരിക്കുന്നത്. യേശയുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഈ വാക്ക് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ സുനിയം എന്ന പദത്തെ പൊതുവെ മനസ്സിലാക്കുക എന്നാണ് തർജ്ജമ ചെയ്യാറ്. എന്നാൽ ഈ പദത്തിൻ്റെ മൂലാർത്ഥം എന്ന് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുവരിക, കൂട്ടി യോജിപ്പിക്കുക, പൊരുത്തപ്പെടുക എന്നാണ്. പുരാണ യവന ഗ്രന്ഥങ്ങളിൽ ഈ അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പരസ്പരം മല്ലിടുന്ന, പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് ശത്രുക്കളായ വ്യക്തികൾ പരസ്പരം രമ്യതപ്പെടുന്ന അല്ലെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരു ചിത്രമാണ് ഈ പദത്തിൻ്റെ പിന്നിൽ, ഈ സുനിയം എന്ന പദത്തിനും പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കാര്യങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? വസ്തുതകൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ സത്യങ്ങൾ മനസ്സിലാവുന്നത്. അതിനെയാണല്ലോ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശത്രുക്കൾ പരസ്പരം രമ്യതപ്പെടുമ്പോഴാണ് അവർ പരസ്പരം മനസ്സിലാക്കുന്നത്. അതുപോലെ അവർ ശത്രുക്കളായ രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ രമ്യതപ്പെടുന്നത്. അപ്പോൾ ഈ ഉപമ പറയുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന വചനത്തെ മനസ്സിലാക്കുന്നു എന്നാണ്. അതിനർത്ഥം അവർ വചനവുമായിട്ട് രമ്യതയിൽ കഴിയുന്നു, പൊരുത്തപ്പെടുന്നു. അപ്പോൾ ദൈവവുമായിട്ട് ഐക്യത്തിൽ കഴിയുന്നവരാണ്. എന്നാൽ വചനം പുറപ്പെടുവിക്കാത്തവരെന്താ ചെയ്യുന്നത്? അവർ വചനത്തെ മനസ്സിലാക്കുന്നില്ല. അതിനർത്ഥം അവർ വചനവുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്യുന്നവരാണ്, ദൈവവുമായിട്ട് യുദ്ധം ചെയ്യുന്നവരാണ്, ദൈവ പദ്ധതിക്കെതിരായിട്ട്, ദൈവഹിതത്തിനെതിരായിട്ട് നിലനിൽക്കുന്നവരാണ്. യേശു ഈ ഉപമ പറയുന്നത് ജനക്കൂട്ടത്തോടാണ്. അപ്പോൾ ഈ ജനക്കൂട്ടത്തിൽ യേശുവിൽ വിശ്വസിക്കാത്ത ധാരാളം മനുഷ്യരുണ്ട്. യേശുവിനോട് ശത്രുത പുലർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ യേശുവിനെതിരായിട്ട് ദൂഷണം പറഞ്ഞവരുണ്ട്. നമുക്കറിയാം, ഈ സുവിശേഷ ഭാഗം കാണുന്ന 13-ാം അധ്യായത്തിലാണ്. ഇതിന് തൊട്ട് മുമ്പ് 12-ാം അധ്യായത്തിൽ യേശുവിനെതിരായിട്ട് വലിയൊരു ദൂഷണം പറയുന്നുണ്ട് മനുഷ്യർ, ഫരിസരായ മനുഷ്യർ. എന്താണ് ആ ദൂഷണം? ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബേൽസെബൂളിനെ കൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. വലിയൊരു ദൂഷണം യേശുവിനെതിരായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് യേശു ഈ ഉപമ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ ഹൃദയകാഠിന്യത്തിൽ നിൽക്കുന്നവരാണ്. അവർ യേശുവിനോട് ശത്രുതയിൽ നിൽക്കുന്നവരാണ്, യേശുവിന് വചനത്തോട് ശത്രുത നിൽക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ പറ്റിയാണ് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്. 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഇവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ യേശു ഈ യേശയുടെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 10 വരെ ഈ ഒരു ഉപമ പറയുന്ന സമയത്ത് ഉദ്ധരിക്കാൻ കാരണം എന്താണ്? കാരണം ഈ മനുഷ്യർ അവർ തങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ യേശുവിനോടും യേശുവിന് വചനത്തോടും, അത് ദൈവവചനമാണ്, അപ്പോൾ ഈ വചനത്തോട് അവർ ശത്രുതയിലാണ്, അവർ പോരാടുകയാണ്, മല്ലിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അവർ ദൈവമായിട്ട് ഐക്യത്തിൽ കഴിയാൻ സാധിക്കുകയില്ല, അവരിൽ യാതൊരു ഫലവും കാണാൻ സാധിക്കില്ല, അവർക്ക് ഈ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സിനെ ദൈവവുമായിട്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ടും മല്ലിടാനായിട്ടുള്ള സ്വാഭാവികമായിട്ടൊരു പ്രവണതയുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സ് സ്വാഭാവികമായിട്ടും ദൈവിക നിയമത്തിനും ദൈവിക പദ്ധതിക്കും ദൈവവചനത്തിനും വിധേയപ്പെടുന്നില്ല. ഈ സത്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും
ദൈവത്തിൻ്റെ ശത്രുക്കളാണ് നാം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നത്? അത് യേശു വഴിയായിട്ടാണ്. യേശു വഴി മാത്രമാണ് നമ്മൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നത്. റോമാക്കാർക്കുള്ള ലേഖനം വീണ്ടും 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പല സപ്പോസിലും പറയുന്നുണ്ട്, ജഡികരായ മനുഷ്യർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് നാം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പറയുന്ന നമ്മളിന്ന് വായിച്ചു കേട്ട 3 തലത്തെ നിലങ്ങൾ എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ 3 ശത്രുക്കളാണ്. അപ്പോൾ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ പാപാവസ്ഥയിൽ കഴിയുന്ന വ്യക്തി പിശാചിന് അടിമയാണ്. ഒരു വ്യക്തി മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അനുദപിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അവൻ ഹൃദയ കാഠിന്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അവനിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അവനിൽ ദൈവവചനത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, യാതൊരു തരത്തിലുള്ള ഫലവും പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ പക്ഷികൾ വിത്ത് വിഴുങ്ങുന്ന പോലെ പിശാച് ഇങ്ങനെയുള്ള മനുഷ്യരെ വിഴുങ്ങിയിരിക്കുകയാണ്. അവർക്ക് യാതൊരു നന്മയും ചെയ്യാൻ, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ശത്രു, ഈ വചനം പറയുന്നത് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു, ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ നമ്മിലൊക്കെ ഈ പിശാച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ വചനത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സഹനത്തോടുള്ള വിമുഖതയാണ്. അപ്പോൾ സുഖം മാത്രം മതി, മനുഷ്യൻ സുഖം ഉപേക്ഷിച്ച് പോകാനായിട്ട് പലപ്പോഴും തയ്യാറല്ല. അപ്പോൾ സുഖം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർക്ക് സഹനം വരുമ്പോൾ അവർ ദൈവവചനത്തെ ഉപേക്ഷിക്കും, ദൈവത്തിൻ്റെ പദ്ധതി ഉപേക്ഷിക്കും, ദൈവിക നിയമങ്ങൾ അവർ ലംഘിക്കും. അപ്പോൾ അവരും ദൈവവചനത്തിൻ്റെ ശത്രുക്കളാണ്. ഇനി മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലൗകിക വ്യഗ്രതകളാണ്. ധനമോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവവചനത്തിനെതിരായിട്ട് മല്ലിടുന്ന ശത്രുക്കളാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഉപമ നമ്മളെല്ലാവരെയും ഒരു ആത്മശോധനയിലേക്കാണ് നയിക്കുന്നത്. നമ്മളെല്ലാവരും ചോദിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണോ? ദൈവവുമായിട്ട് ഞാൻ രമ്യതയിലാണോ കഴിയുന്നത്? ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള എന്നിലുള്ള തിന്മകൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ദൈവവചനത്തിലും ദൈവഹിതത്തിനും വിരുദ്ധമായിട്ട് പലതും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അറിയാതെ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ദൈവവുമായിട്ട് അനുദപിച്ച് ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നില്ലെങ്കിൽ, ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, ദൈവം നമ്മളെ നമ്മുടെ തന്നെ ഹൃദയകാഠിന്യത്തിൽ ഉപേക്ഷിക്കുകയും ആ പാപാവസ്ഥയിൽ തന്നെ ഉപേക്ഷിക്കുകയും അത് നമ്മളെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ സ്നേഹമുള്ളവരെ, പൈശാചികമായ എല്ലാത്തിനെയും, പാപത്തെയും തിന്മകളെയും ലൗകിക വ്യഗ്രതകളെയും ദുരാഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് ദൈവവചനവുമായിട്ട് രമ്യതപ്പെടാം. അങ്ങനെ ദൈവവുമായിട്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ടും പൊരുത്തപ്പെടുമ്പോൾ, ദൈവവുമായിട്ട് ഐക്യത്തിൽ കഴിയുമ്പോഴാണ് നമ്മളിൽ 30, 60, 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ